ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ 2 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇനി നമ്മൾക്ക് ശർക്കര തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് അവലൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ അതിനായി എടുത്തിട്ടുള്ളത് 1/2 കിലോ അവലാണ്. അത് നമുക്ക് ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. നമ്മളുടെ അവല് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ വറുത്തെടുക്കുക. പാത്രത്തിലോട്ട് പകർന്നെടുക്കാമേ. ശർക്കര കുറച്ചുകൂടി അലിയാനുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ അലിഞ്ഞൊന്ന് വരട്ടെ. ഇനി ഞാൻ പൊട്ടുകടലയും കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടല എന്നിട്ട് കൊടുക്കാം. കുറച്ച് കപ്പലണ്ടി എന്നിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടുകടല ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർന്നെടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ആ തേങ്ങ വറുത്ത് കോരിയതിൽ തന്നെ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ ഇതൊന്ന് വെള്ളമയം മാറുന്നിടം വരെ ഒന്ന് അങ്ങനെ ചെറിയ തീയിലിട്ട് നമുക്കിതിൻ്റെ വെള്ളമയം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് അതൊന്ന് കോരി മാറ്റാം. നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്ന ശർക്കര അതിലെ കട്ടയെല്ലാം ഒന്ന് അലിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുളിയിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. ഇനി ഞാൻ നേരത്തെ എള്ള് വറക്കാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് നേരത്തെ കോരി വെച്ചിരുന്ന പൊട്ടുകടല എടുത്ത പാത്രത്തിലോട്ട് ഇതും കൂടി ഒന്ന് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്ന ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം. ഇനി ശർക്കരപ്പാനി പിടിക്കുന്നതും വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറേശ്ശെ അവൽ ഇട്ട് ഇളക്കിയെടുക്കുവാണ്. കുറച്ചിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ ഞാൻ അവലെല്ലാം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന അവലിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊട്ടുകടല, കപ്പലണ്ടി, തേങ്ങാക്കൊത്ത്, എള്ള് ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന അവലിലേക്ക് ഏലക്കാപ്പൊടി, കുറച്ച് ചുക്കുപൊടി എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.